സഹ്യനും നിളയും കെട്ടിപ്പുണർന്ന പ്രകൃതിയുടെ വരദാന ഭൂമിയാണ് പാലക്കാട്. മണ്ണും പ്രകൃതിയുമെല്ലാം മനുഷ്യനെ ആവോളം അനുഗ്രഹിക്കുന്ന ഭൂമി. എന്നാൽ കേരളത്തിൻ്റെ സ്വന്തം നെല്ലറ ഇപ്പോൾ നേരിടുന്ന പാരിസ്ഥിതിക വെല്ലുവിളികൾ നിരവധിയാണ്. കൃഷിയെയും പ്രകൃതിയെയും മറക്കുന്ന കാലത്ത് കാലാവസ്ഥ തീർക്കുന്ന ആഘാതങ്ങൾ ചെറുതല്ല. ഭൗമദിനത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ. പ്രകൃതി വിഭവങ്ങളുടെ പൂർണ്ണ കലശവുമായി അണിഞ്ഞൊരുങ്ങി നിന്ന ഭൂമികയാണ്. മണ്ണറിഞ്ഞ് വിത്തെറിഞ്ഞാൽ നൂറുമേനി വിളവ് നൽകിയ ഭൂമി. സഹ്യൻ തണലൊരുക്കി നിള മുലയൂട്ടിയ നാട്. കേരളത്തിൻ്റെ വിളനിലമായിരുന്നു പാലക്കാട്. മനുഷ്യൻ പ്രകൃതിയെ മറക്കാൻ തുടങ്ങിയ നാൾ മുതൽ, മണ്ണിനെ മലിനപ്പെടുത്താൻ തുടങ്ങിയ നാൾ മുതൽ, നദികളെ നിന്ദിക്കാൻ തുടങ്ങിയ നാൾ മുതൽ ഇവിടെ എല്ലാം തകർന്നു തുടങ്ങി. ഗരിമയോടെ പടർന്നൊഴുകിയിരുന്ന നിള ഇന്ന് മെലിഞ്ഞൊട്ടി. ജീവശ്വാസത്തിനായി കേഴുന്ന നിളയെ മാത്രമേ ഇന്ന് കാണാനാവൂ. പശ്ചിമഘട്ടമെന്ന ഫലസഞ്ചിയെ പിച്ചി ചീന്താനും നമ്മൾ മടിച്ചില്ല. മരങ്ങൾ വെട്ടി, മലകൾ ഇടിച്ചു താഴ്ത്തി നാം ആഡംബരം സൃഷ്ടിച്ചപ്പോൾ പ്രകൃതി കലിതുള്ളുകയാണ്. വേനലിൻ്റെ കടും പ്രഹരം താങ്ങാനാവാതെ ഇന്ന് നാം മുറവിളിക്കുന്നു. മെലിഞ്ഞത് നിള മാത്രമല്ല, നിളയോടൊപ്പം ഒഴുകിയിരുന്ന അനേകം ചാലുകൾ കൂടിയാണ്. വെള്ളത്തിനായി കേഴുകയെന്നത് പ്രകൃതി നമുക്ക് നൽകിയ ശിക്ഷയാവാം, അവളെ ദ്രോഹിച്ചതിന്. മാമലനാടിനെ അന്യമൂട്ടിയ പാടങ്ങൾ ഇന്ന് ചതുപ്പ് നിലങ്ങളായി മാറിക്കഴിഞ്ഞു. നിലമുണ്ടായിരുന്നിടത്തിപ്പോൾ മറ്റെന്തൊക്കെയോ സൗധങ്ങൾ. അങ്ങനെ ഒരുപാട് നിന്ദകൾ നാം ചെയ്തു. ഫലമനുഭവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് പ്രകൃതിയുടെ മറുപടി. ഇനിയും പ്രകൃതിയെ പ്രീതിപ്പെടുത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്നത് താങ്ങാവുന്നതിലും അപ്പുറമുള്ള ദുരനുഭവങ്ങൾ തന്നെയാണ്. ഒരു കുടം തണ്ണീരുമൊക്കത്തു വച്ചൊരക്കരിമുകിൽ പെൺകൊടി എങ്ങുപോയി? ആ കരിമുകിൽ പെൺകൊടി എങ്ങുപോയി? വയലിൻ്റെ തൊണ്ട വരണ്ടു കിടക്കുമ്പോൾ, ഉയരറ്റു തോപ്പുകൾ നിന്നിടുമ്പോൾ, തളിരുകളൊക്കെ കൊഴിഞ്ഞൊരു മാന്തോപ്പിൽ കുയിലുകൾ പാടിക്കുഴഞ്ഞിടുമ്പോൾ, ഒരു കുടം തണ്ണീരുമൊക്കത്തു വെച്ചൊര കരിമുകിൽ പെൺകൊടി എങ്ങുപോയി? ഗോകുൽ രമേശ്, അമൃത ന്യൂസ്, പാലക്കാട്.